ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡൗൺ ടു എർത്തിൻ്റെ ബാക്കി പോർഷൻ നോക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കംപ്രസ്ഡ് ബയോഗ്യാസ് അറിയാമല്ലോ. സോ കംപ്രസ്ഡ് ബയോഗ്യാസിനെ എങ്ങനെ CNGനെ റീപ്ലേസ് ചെയ്യാം. ഒരു ട്രാൻസ്പോർട്ട് ഫെയറിലാണ് CNG അറിയാമല്ലോ. ഡൽഹിയിലൊക്കെ CNG നിർബന്ധമാക്കിയിട്ടുണ്ട്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. സോ ഈ CNGനെ നമ്മൾ മാറ്റി അതിനെ ബയോഗ്യാസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ഇതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ ബയോഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാഡി സ്റ്റബിൾ അറിയാമല്ലോ, സ്റ്റബിൾ ബേണിങ് അറിയാമല്ലോ. അപ്പോൾ പാഡി കൃഷി ചെയ്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റിനെയാണ് നമ്മൾ സ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റബിളിനെ യൂസ് ചെയ്ത് ബയോഗ്യാസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ കംപ്രസ് നാച്ചുറൽ ഗ്യാസിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ബയോഗ്യാസിലേക്ക് മാറാം എന്നുള്ളതാണ്. എന്തുകൊണ്ടിവിടെ കംപ്രസ് നാച്ചുറൽ ഗ്യാസിനെ ഷിഫ്റ്റ് ചെയ്ത് ബയോഗ്യാസ് ആക്കാമെന്ന് വെച്ചാൽ CNG എന്ന് പറയുന്നത് ഡൽഹിയിലെ ഫ്യൂവലാണ് അല്ലേ. ഡൽഹിയിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഫ്യൂവലാണ് CNG. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, സോ നമ്മൾ UPSCക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് പൊട്ടൻഷ്യൽസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേയ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ എന്താ പറയുക, നമ്മുടെ വെഹിക്കിൾ ഫുൾ ഇങ്ങനെ വക്യോല് വെച്ച് പോകുന്ന ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ജർമ്മൻ കമ്പനിയായ വെർബിയോ ക്ലെയിംസ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് വിത്ത് ജസ്റ്റ് 2 tons ഓഫ് സ്ട്രോ. അതായത് 2 ton ഓഫ് സ്ട്രോ വെച്ച് നമുക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റും. എന്നാൽ ഒരു വർഷം ഫുൾ വണ്ടി ഓട്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ജർമ്മൻ കമ്പനിയായ വെർബിയോ പറയുന്നത്. ഈ ജർമ്മനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ജർമ്മനി ഈസ് ഇൻ ഫാസ്റ്റ് പ്രോസസ് ഓഫ് റിന്യൂവബിൾ എനർജി. അതായത് റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് കൊണ്ടുവരുന്ന ജർമ്മനി എന്നാണ്. അപ്പോൾ ജർമ്മനിയാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂത്തൽ കലാൻ വില്ലേജ് പഞ്ചാബിലെ എന്താ പറയുക ഒരു ഫാമറാണ്. പുള്ളിക്കാരൻ പറയാണ് നമ്മുടെ പ്ലാന്റ് പാഡി സ്റ്റബിൾ 15 കിലോമീറ്റർ റേഡിയസ് ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ ആ പ്ലാന്റിൽ നിന്ന് 15 കിലോമീറ്റർ റേഡിയസ് എന്നുള്ള സ്റ്റബിളെല്ലാം ഇവർ ശേഖരിച്ചിട്ട് അതിനെ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്ത് ഗ്യാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈയോടുകൂടി കംപ്രസ്ഡ് ബയോഗ്യാസ് CBG കംപ്രസ്ഡ് ബയോഗ്യാസ് ഇവർ നിർമ്മിക്കും. ഇതൊരു വിൻ ടു വിൻ സൊല്യൂഷനാണ്. അതായത് കൺട്രിയുടെ എയർ പൊല്യൂഷൻ പ്രോബ്ലം നിങ്ങൾക്കറിയാം, സ്റ്റബിൾ ബേണിംഗ് ഈസ് വൺ ഓഫ് ദി മേജർ റീസൺ ബിഹൈൻഡ് ദി ഡൽഹീസ് എയർ പൊല്യൂഷൻ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് മാറും ഇഫ് ദേ ക്യാൻ പ്രൊഡ്യൂസ് CBG. സോ CNGയിൽ നിന്നും CBGയിലേക്ക് ഒരു ട്രാൻസിഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വേ ഫോർവേഡിലൊക്കെ നിങ്ങൾക്ക് ഇത് എഴുതാം. ഓക്കെ, അതായത് അങ്ങനെ 5000-ഓളം പ്ലാൻസ് 2023 വെക്കാനാണ് അവരുടെ ആഗ്രഹം. നമ്മുടെ സതത് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് പോളിസി ഉണ്ട്, സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടുവേർഡ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം 2018 കൊണ്ടുവന്ന സ്കീമാണ്. ആ സ്കീം CBG ആണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പറയുന്നത് CNGനെ 40%-ഓളം, അതായത് 15 മില്യൺ ടൺസ് ഓഫ് ഗ്യാസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ CNGനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്, CNGനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ കൺട്രീനെ റെഡ്യൂസ് ചെയ്യും. 40%-ഓളം കൺട്രി CNGനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1.75 lakh കോടി വെച്ചിട്ടാണ് 75,000 ആൾക്കാർക്ക് ജോലി കിട്ടുകയാണ് ഈ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് 2020 70 such plans will be because പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. ബിക്കോസ് ഈ 3 സ്റ്റേറ്റുമാണ് ഏറ്റവും കൂടുതൽ സ്റ്റബിൾ ബേണിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത്. ഓക്കെ, അങ്ങനെ ഈ പ്ലാൻസ് വെച്ചിട്ട് 1.3 മില്യൺ ടൺസ് ഓഫ് ക്രോപ്പ് റെസിഡ്യൂവിനെയാണ് മോസ്റ്റ്ലി പാഡി സ്റ്റബിൾ യൂസ് ചെയ്താണ് ഇവർ എന്ത് ചെയ്യുന്നത്, CBG ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വെർബിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയാണ്. അവർ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഡ്രൈ ഡൈജസ്റ്റർ ടെക്നോളജി ഉണ്ട്, IIT ഡൽഹി ഉപയോഗിക്കുന്ന ഡ്രൈ ഡൈജസ്റ്റർ ടെക്നോളജി ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ദേ ക്യാൻ മേക്ക് ദിസ് കൈൻഡ് ഓഫ് CBG. അപ്പോൾ ടെക്നോളജീനെ റെസ്പെക്റ്റീവായിട്ട് CBGനെ ഒരു ബയോമാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 prong അപ്രോച്ചാണ്. ഒന്നെന്ന് പറയുന്നത് ബയോഗ്യാസിന് അനൈറോബിക് ഡീകമ്പോസിഷൻ. അതായത് അനൈറോബിക് ഡീകമ്പോസിഷൻ വെച്ചാൽ ഓക്സിജൻ ഇല്ലാതെ ഡീകമ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബയോമാസിനെ ഓക്സിജൻ ഇല്ലാതെ ഡീകമ്പോസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സംഭവം. അങ്ങനെ ബയോഗ്യാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബയോഗ്യാസിൽ 55-60% എന്താണ്, മീഥേനാണ്. 40-45% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ കുറച്ച് ഹൈഡ്രജൻ സൾഫൈഡും ഉണ്ടായിരിക്കും. ആ സ്മെല്ല് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു സ്മെല്ല് വരും. അപ്പം ഒന്നെന്ന് പറയുന്നത് മീഥേനാണ്, രണ്ടാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ്. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഗ്യാസിനെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിനെയും റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് വരുമ്പോഴാണ് CBG വരുന്നത്. അതായത് കെമിക്കലി CBG എന്ന് പറയുന്നത് CNG തന്നെയാണ്. രണ്ടും
മീഥേൻ കംപ്രസ് ചെയ്ത സംഭവം തന്നെയാണ്. രണ്ടിനും സെയിം കലോറിഫിക് വാല്യൂ തന്നെ ഉള്ളത്. ഡിഫറൻസ് എന്ന് പറയുന്നത് CNG എന്ന് പറഞ്ഞൊരു ബൈ പ്രൊഡക്റ്റാണ്. അതായത് പെട്രോളിയത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് CNG. പക്ഷേ CBG അങ്ങനെയല്ല, നമുക്ക് ഏത് ബയോമാസിൽ നിന്നും ഉണ്ടാക്കാം. കോപ്പ് റെസിഡ്യൂ ആവട്ടെ, ചാണകമാവട്ടെ, ഷുഗർ കെയിൻ പ്രസ് ആവട്ടെ, മുനിസിപ്പൽ വെറ്റ് വേസ്റ്റ് ആവട്ടെ, എഫ്ലുവൻസ് ആവട്ടെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, CBG ഉണ്ടാക്കാം. അപ്പോൾ CBGയും CNGയും ആക്ച്വലി കെമിക്കലി എന്താണ്, ദേ ആർ ബോത്ത് സെയിം. പക്ഷേ പെട്രോളിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് CNG. CBG എന്ന് പറയുന്നത് നമുക്ക് ബയോമാസിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ദിസ് മേക്ക് CBG കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടൊരു സാധനമായിട്ട് നമുക്ക് വരാം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് CBG സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്റ്റബിൾ ബേണിംഗ് നടക്കുന്ന ആ ഒരു മാസങ്ങളിൽ പോയി സ്റ്റബിൾ കളക്ട് ചെയ്ത് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ ആക്ച്വലി മേക്ക് യൂസ് ഓഫ് CBG. അപ്പോൾ ബയോമാസ് നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് ബയോമാസ് നമ്മുടെ കൺട്രിയിലുണ്ട്. അപ്പോൾ CBGക്ക് ശരിക്കും പറഞ്ഞാൽ CNGനെ മാറ്റാനായിട്ടൊരു പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ്ലി ജനറേറ്ററിന് തന്നെ യൂസ് ചെയ്യും. അത് ഡയറക്റ്റായിട്ട് ജനറേറ്ററിന് കൊടുക്കാനും സാധിക്കും. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു സ്ട്രോ ബേസ്ഡ് CBG പ്ലാന്റ് ഫസിൽക്ക എന്ന് പറഞ്ഞ് പഞ്ചാബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2006. അതാണ് സഞ്ജീവ് നാഗ്പാൽ. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ പറഞ്ഞത്. വിൻ ടു വിൻ ബിസിനസ് ആണ്. ബോത്ത് നാഗ്പാൽ ആൻഡ് വെർമ ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് CBG. വെർമാസ് ബിഗ്ഗസ്റ്റ് റിലീഫ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദി മാർക്കറ്റ് ഫോർ ദിസ് നോവൽ ഫെയർ. ഇതിൻ്റെ മാർക്കറ്റിനെ പറ്റി ഇവർ ആലോചിക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം IOCL തന്നെ ഒരുപാട് സെയിം നമ്പർ ഓഫ് ഫില്ലിംഗ് സ്റ്റേഷൻസ് CBGയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിൽ മാർക്കറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഡിമാൻഡ് ഇപ്പോൾ തന്നെ നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സസിന് വരുന്നുണ്ട്. സോ ഒരുപാട് ഡിമാൻഡ് ഇനിയും വരും. അതുപോലെ തന്നെ സസ്റ്റെയിൻ ഇൻഡസ്ട്രി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ആൾക്കാർ വാങ്ങിക്കും തോറും നമുക്ക് പൊല്യൂഷൻ കുറയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബേണിംഗ് ഓഫ് ക്രോപ്പ് റെസിഡ്യൂ മാത്രം കുറയ്ക്കുകയല്ല, അതിൻ്റെ കൂടെ തന്നെ ഫാം ലെവൽ മെഷേഴ്സ്, അതായത് ഓൺട്രപ്രണർ ആകാനും സാധിക്കുന്നുണ്ട്. വൺസ് ദ പ്ലാൻസ് ആർ സെറ്റപ്പ്, ഫാമേഴ്സ് ഹാവ് എ മാർക്കറ്റ് ടു സെൽ ക്രോപ്പ് സ്റ്റബിൾ. അതായത് ഇവർ കത്തിച്ച് കളയുന്ന സ്റ്റബിളിനെ വിൽക്കാൻ വേണ്ടിയിട്ടൊരു മാർക്കറ്റിംഗ് ഓഫറും ഇവർക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് അമേസിംഗ് തിങ് ഫോർ ഫാമേഴ്സ് ആസ് വെൽ ആസ് ഓൺട്രപ്രണേഴ്സ് ആൻഡ് ആസ് വെൽ ആസ് ഫോർ എൻവയോൺമെൻറ്റ്. സോ അഡ്വാൻറ്റേജ് ഓഫ് CBG ഇത് മാത്രമല്ല, ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. അത് ബയോ മാനുവറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് യൂസ് ചെയ്ത് വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ഈ ബയോഗ്യാസ് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് വേസ്റ്റ് കിട്ടും. ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെ ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അതിന് ബയോ മാനുവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സതത് എന്ന് പറയുന്ന നമ്മുടെ സസ്റ്റൈനബിൾ ആൻഡ് അഫോർഡബിൾ ആൾട്ടർനേറ്റീവ് ടുവേഴ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ പ്രകാരം 5000 പ്ലാന്റ് CBG പ്ലാന്റ്സ് ആണ് 50 മില്യൺ ടൺസ് ഓഫ് ബയോ മാനുവർ ഉണ്ടാക്കുന്നത്. According to Punjab Agricultural University, Ludhiana, biomanure producing paddy can result in a 20% increase in crop yield. പാഡി സ്ട്രോ കൊണ്ട് ഉപയോഗിക്കുന്ന ബയോമാനുവറിന് 20% കൂടുതൽ ക്രോപ്പ് ഈൽഡ് നൽകാൻ സാധിക്കുമെന്ന് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ റിസർച്ചിൽ പറയുന്നുണ്ട്. കാരണം ഇതിൽ റിച്ച് സോഴ്സ് ഓഫ് സിലിക്കയാണ്. അത് ക്രോപ്പിൻ്റെ ഈൽഡ് കൂട്ടാൻ മാത്രമല്ല, ഇമ്മ്യൂണിറ്റി, അതായത് ഒരുപാട് ഡിസീസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഇമ്മ്യൂണിറ്റി കൊടുക്കുകയും ചെയ്തത്. ആർസനിക് കണ്ടാമിനേഷൻ, കാഡ്മിയം, ലെഡ് ആൻഡ് അതർ ഹെവി മെറ്റൽസ്. ഒന്നാമത് നിങ്ങൾക്കറിയാം, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ആ ഒരു ഏരിയാസിൽ നമുക്കറിയാം ആർസനിക് കണ്ടാമിനേഷൻ വാട്ടറിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഹെവി മെറ്റൽസിന് തടയാനും ഈ സിലിക്ക ഉപയുള്ള ബയോമാനുവർ കൊണ്ട് സഹായമാവും. ബയോമാനുവർ പ്രൊഡ്യൂസ് ഓൺ പാഡി സ്ട്രോ ഓൾസോ ഹാസ് ഹൈ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി. ഭയങ്കര വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതിൻ്റെ ബയോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെറും കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതിനെ നമുക്ക് ബയോഗ്യാസ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്തിട്ട് അതിനെ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് എടുക്കാം. അതിനെ നമുക്ക് ഫുഡ് പ്രിസർവേഷനോ അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനോ യൂസ് ചെയ്യാം. അപ്പോൾ CBGക്കും അതിൻ്റെ ബയോ പ്രൊഡക്ട്സിനും വളരെ വലിയൊരു സർക്കുലർ എക്കണോമിക് ഗ്രോത്ത് ആണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യും എന്നുള്ളത് വളരെ 100% ഷുവറാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് CBG ആൻഡ് CNG ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ. Okay, let's see about this planet and people. The new year's has its theme pre-decised: pandemic, farmers and climate. നമ്മുടെ ഈ ഇതിൻ്റെ കീ തീമാണ്. സോ ഒന്ന് പാൻഡമിക്കിനെ ബേസ് ചെയ്താണ്. ഇന്ത്യ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിസ്ക്, പ്രിക്കോഷൻസ്, ലോജിസ്റ്റിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇന്ത്യ ഹെൽത്ത് സിസ്റ്റം GS3ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ നമുക്കറിയാം അതായത് എന്താണ്, ഒരു വിവേക് കുമാർ എന്നൊരു പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ 60 വയസ്സായി. ഞാൻ വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുകയാണ് അദ്ദേഹത്തിനെ കൊറോണ വൈറസ് സേഫ് ആക്കും, അങ്ങനെ പറയാണ്. ബട്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം ആദ്യം 60 വയസ്സായ ആൾ, പിന്നെ അതായത് അയാളുടെ മോള് 40 വയസ്സായിട്ടുള്ളൂ. സോ അങ്ങനെ കോമോർബിഡിറ്റി ഉള്ള ആൾക്ക് ആദ്യം നമ്മൾ ആ ഒരു ലെവൽ അനുസരിച്ചല്ലേ കൊടുക്കുന്നത്, വയസ്സായവർ അങ്ങനെ.
സോ ഡിസംബർ 24, 2020 വരെ SARS-CoV-2 ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് 10.12 മില്യൺ പീപ്പിൾ അക്രോസ് ദി കൺട്രിയാണ്. 1,47,000 പീപ്പിളോളം മരിച്ചിട്ടുമുണ്ട്. വേൾഡ് വൈഡ് കേസ് എന്ന് പറഞ്ഞാൽ 77 മില്യനാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ 1.7 ബില്യൺ. ഇത് ഡിസംബർ 24, 2020 അനുസരിച്ചാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡാറ്റ പ്രകാരം. അപ്പോൾ മോർ ദാൻ എ ഡസൻ കൺട്രീസ് ഹാവ് ഓൾറെഡി ഇനീഷ്യേറ്റഡ് എന്ത് ചെയ്തു, മാസ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൈന, റഷ്യ അവരൊക്കെ. പക്ഷേ ഇതൊക്കെ സ്ക്രൂട്ടിനിയും ഡാറ്റ റിവീൽ ടു ബി സേഫ്റ്റിയും എഫിക്കസിയും ആണ്. പക്ഷേ ചിലതൊന്നും കറക്റ്റായിട്ട് അതിൻ്റെ പബ്ലിക് ഡൊമൈനിൽ ഈ വാക്സിനേഷൻ കറക്റ്റായിട്ട് എഫക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കോവാക്സിൻ്റെ കാര്യം പറയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. നമുക്ക് ഡ്രഗ് റെഗുലേഷൻ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമർജൻസി യൂസ് ഓതറൈസേഷനാണ് ജർമ്മൻ കമ്പനിയായ ഫിസർ എൽറ്റിത ബയോഎൻടെക്കിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലേറ്റർ UK സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് മാർഗരറ്റ് കീനൻ എന്ന് പറയുന്ന UK മാർഗരറ്റ് കീനൻ, 90 വയസ്സായ മാർഗരറ്റ് കീനനാണ് ആദ്യമായിട്ട് UK ഫസ്റ്റ് വേൾഡിൽ തന്നെ ഫസ്റ്റ് വാക്സിൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡിങ് ക്വീൻ എലിസബത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് ഓർഡർ 40 മില്യൺ ഡോസ് ഓഫ് ഫിസർ ബയോഎൻടെക് വാക്സിനാണ്. കോമിറാൻറ്റി എന്ന് പറയുന്ന ഒരു വാക്സിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെനി കൺട്രീസ് ഹാവ് റോൾഡ് ഔട്ട് വാക്സിനേഷൻ അഗെയിൻസ്റ്റ് COVID-19 ബട്ട് ദേ ആർ ഡൈവേഴ്സിഫൈങ് ദെയർ പ്രൊക്യൂർമെൻറ്റ് ഫ്രം അതർ വാക്സിൻ ഡെവലപ്പേഴ്സ്. അതായത് ക്ലിനിക്കൽ ട്രയൽസും റെഗുലേറ്ററി ഏജൻസും സേഫ്റ്റി ക്ലിയറൻസും നൽകിയ പല കമ്പനീസും ഇവരെ നിന്ന് അക്വയർ ചെയ്യുന്നത്. US കാനഡയും ഈ ഇടയ്ക്കായിട്ട് EUയുടെ വാക്സിൻ അമേരിക്കൻ ബയോടെക്നോളജിയായ കമ്പനിയായ മൊഡേണയുടെ വാക്സിനേഷൻ സംഭവം എടുത്തിട്ടുണ്ട്. UKയും അതിൻ്റെ പോലെ AstraZeneca യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും കൂടെ ചേർന്നിട്ടുള്ള വാക്സിനേഷന് വേണ്ടിയിട്ടും, അതേപോലെ ഫിസർ ബയോഎൻടെക് വാക്സിൻ ബെൽജിയം. അത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടൻ ഫാമിലിയിൽ അങ്ങനെ കിട്ടത്തില്ല. കാരണം ജനുവരി 1 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോവുകയാണ് UK. അപ്പോൾ അവർക്ക് ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇന്ത്യയും ഒരുപാട് മൾട്ടിപ്പിൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കുറേയൊക്കെ ഓക്സ്ഫോർഡിൻ്റെ AstraZeneca കോവിഷീൽഡും പിന്നെ പൂനെ ബേസ്ഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവാക്സിനും. ഇത് കോവാക്സിൻ എന്ന് പറയുന്നത് ഫുള്ളി ഇൻഡിജിനിയസ് വാക്സിനാണ്. ഹൈദരാബാദ് ബേസ്ഡ് ബയോടെക് കമ്പനിയ ഭാരത് ബയോടെക്കും ICMRും റഷ്യ എക്സ്പെരിമെൻ്റൽ വാക്സിൻ സ്പുട്നിക് ഇവരെല്ലാം റഷ്യയുടെ എക്സ്പെരിമെൻ്റൽ വാക്സിനാണ് സ്പുട്നിക്. ഓക്കെ. അപ്പോൾ ICMRും ഭാരത് ബയോടെക്കും കൂടെ ചേർന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പുട്നിക് 5 എന്ന് പറയുന്ന റഷ്യയുടെ വാക്സിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ഫിസറിൻ്റെ കോമിറാൻറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും കൺസിഡേർഡ് ആണ്. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. റിക്വയർസ് അൾട്രാ കോൾഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശരിക്കും മുന്നാൽ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിന് ശേഷം യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ, അത് 610 മില്യൺ പീപ്പിളിലാണ് നമ്മുടെ 2019 ജനറൽ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 26.7 മില്യൺ ന്യൂ ബോൺസും 29 മില്യൺ പ്രഗ്നൻറ്റ് വിമനും റൊട്ടീൻലി 390 മില്യൺ ഡോസസ് ഓഫ് വാക്സിൻ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യത്തെ ഫസ്റ്റ് അഡൾട്ട് വാക്സിനാണ് കൊറോണ വാക്സിൻ. അപ്പോൾ അതിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇസ് പ്ലാനിങ് ടു കവർ എ തേർഡ് ഓഫ് ഇന്ത്യാസ് 900 മില്യൺ അഡൾട്ട് പോപ്പുലേഷൻ. അപ്പോൾ ആദ്യം പീഡിയാട്രിക് വാക്സിനേഷൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചിൽഡ്രനെ ആദ്യത്തെ ഇതിലേക്ക് ഉൾപ്പെടുത്തില്ല. അതുപോലെ തന്നെ 1 മില്യൺ ഓഫ് ടാർഗറ്റഡ് പോപ്പുലേഷൻ വിൽ ബി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് 20 മില്യൺ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, പിന്നെ പോലീസ്, പാരാമിലിറ്ററി, മുനിസിപ്പൽ വർക്കേഴ്സ് ആൻഡ് 270 മില്യൺ ഓഫ് ദോസ് അബൌട്ട് ഓഫ് ഏജ് 50 ഓർ വിത്ത് കോമോർബിഡിറ്റീസ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ COVID-19 വാക്സിനാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ഷോട്ട്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ദ ഷെഡ്യൂൾ, ഇതൊക്കെ ഒരുപാട് ചാലഞ്ചാണ്. കാരണം അത്രയും പോപ്പുലേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ UK വെറും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 20 മില്യൺ ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ഇനീഷ്യലി ആണ് ആദ്യം കൊണ്ടുവന്നത്. റോൾ ഔട്ട് വുഡ് ബി കോർഡിനേറ്റഡ് ബൈ നമ്മുടെ നെഗ്വാക് വിത്ത് VK പോൾ, നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ മെമ്പർ ഓഫ് നീതി ആയോഗാണ് VK പോൾ. സോ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്. സോ നെഗ്വാക് ഹാസ് എ ടെനേറ്റീവ് ബ്ലൂ പ്രിൻറ്റ് ഫോർ വാക്സിൻ ഡെലിവറി ആൻഡ് ദ ലെവൽസ് ഓഫ് സ്റ്റേറ്റ്. ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ കൊടുക്കുന്നത്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. അത് ചെയർ ചെയ്യുന്നത് അവിടുത്തെ CMും പിന്നെ ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് ഹെഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടറും ബ്ലോക്ക് ടാസ്ക് ഫോഴ്സ് ലീഡ് ചെയ്യുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാണ്. അപ്പോൾ CM, ഡിസ്ട്രിക്ട് കളക്ടർ, SDM. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി പോപ്പുലേഷൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കോവിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ നമുക്കറിയാം
ഇലക്ട്രോണിക് വാക്സിൻ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട്. അത് 2015 സ്റ്റാർട്ട് ചെയ്തതാണ് ചിൽഡ്രൻ്റെ ഇമ്മ്യൂണൈസേഷൻ നോക്കാൻ വേണ്ടി. അതിന് പകരം കോവിഡിൻ്റെ ഇമ്മ്യൂണൈസേഷൻ നോക്കാൻ വേണ്ടിയിട്ട് കോവിൻ എന്ന് പറയുന്ന ഒരു പോർട്ടലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് സ്വന്തമായിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ എൻറോൾ ചെയ്യാം. അവർക്ക് അപ്പോൾ ഡേറ്റും ടൈമും കിട്ടും. അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ആപ്പ് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും. അതുപോലെ തന്നെ അതോറിറ്റീസിന് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ വാക്സിൻ സ്റ്റോക്ക് ഇതനുസരിച്ച് അത് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്മ്യൂണൈസേഷൻ നമ്മൾ 1986 ആക്ച്വലി നമ്മൾ ഇമ്മ്യൂണൈസേഷനൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. ഡിഫറെൻറ്റ് ഏജൻസി ഇംഗ്ലീഷ് നാഷണൽ ടെസ്റ്റിംഗ് കൊളാബറേഷൻ സെൻറ്റർ, സെൻട്രൽ ഡാക്, സ്റ്റാൻഡേർഡ് CDSC, CSO അതുപോലത്തെ ഒരുപാട് ഡോക്ടേഴ്സ് ഇവരൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി റെക്കോർഡഡാണ്. ഇൻക്ലൂഡിങ് UK 2 പീപ്പിളിനാണ് സ്കിൻ റാഷസും ബ്രെത്ത്ലെസ്നെസ്സും അത് വന്നിട്ടുള്ളത്. പിന്നെ അതർ ദിസ് ഗവൺമെൻറ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ എക്സിസ്റ്റിംഗ് കോൾഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് 85,634 കോൾഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ 28,947 കോൾഡ് ചെയിൻ പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വാക്സിനേഷന് വേണ്ടിയിട്ട് ഇത്ര മാത്രം സമയം നമുക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ വേറെ നോക്കണ്ട. അതുപോലെ ഗാവി അലയൻസ് പ്രകാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വാക്സിനേഷൻ പ്രോഗ്രാമാണ് ആസ് പെർ ഗാവി. ഓക്കെ, ഇന്ത്യ പ്ലാൻ ടു സ്പെൻഡ് $1.5 to $1.8 billion ഓഫ് മണിയാണ് നമ്മൾ ഇതിന് വേണ്ടി ഈ വാക്സിനേഷൻ പ്രൊഡ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 10 ബില്യൺ ആണ് നമ്മൾ ഡോളേഴ്സാണ് നമ്മൾ 2021 എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദിസ് തിങ്. പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം കോവിഡ് വാക്സിനേഷൻ ഓപ്പറേഷണൽ ഗൈഡൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. December 15 അത് ഷെയർ ചെയ്തു. പക്ഷേ ഇതുവരെ അത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടില്ല. അപ്പോൾ ബ്ലൂ പ്രിൻറ്റ് ഫോർ വാക്സിനേഷൻ ആസ് എൻ ഇവോൾവിംഗ് ഡോക്യുമെൻറ്റ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡിസീസ് എപ്പിഡമോളജി ഹയർ ഡോസസ് ചില സ്റ്റേറ്റ്സിന് കൊടുക്കണം. കാരണം അവിടെ ഡിസീസസ് ഭയങ്കര സ്പീഡിന് ഫ്രണ്ട് ചെയ്യണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ആരാണ് അവസാനം വാക്സിനേറ്റ് ആവുന്നതെന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. അപ്പോൾ 1 million ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിരിക്കും ആദ്യം വാക്സിനേഷൻ കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ഹെൽത്ത് പ്രൊഫൈൽ 2019 പ്രകാരം നമുക്ക് 6 million ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഉള്ളത്. അപ്പോൾ വെറും 1 million ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ആദ്യം കൊടുക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ 1 in 6 ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമാണ് ആദ്യത്തെ റൗണ്ടിൽ വാക്സിനേഷൻ ചെയ്യുന്നത്. ഈ മിസ്മാച്ച് ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബിക്കംസ് ക്ലിയർ ഫ്രം ദ ഫാക്ട് ദാറ്റ് രണ്ട് സ്റ്റേറ്റ് പഞ്ചാബിലും ഡൽഹിയിലും മാത്രമേ have identified more than 0.3 million healthcare workers that want to vaccinate. അവർക്ക് വാക്സിനേറ്റ് ചെയ്യണമെന്ന് ഫ്രണ്ടിലേക്ക് വന്ന വെറും 0.3 million healthcare വർക്കേഴ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വാക്സിൻസ് മാത്രം നമ്മൾ കണ്ടു കിട്ടുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത് വാക്സിനേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഫ്യൂ ഹെൽത്ത് കെയർ വർക്കേഴ്സും കൂടെ വന്ന് അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഒരുപാട് പേർക്ക് പേടിയാണ് എന്ത് സംഭവിക്കുന്നത്. സിമിലർ പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ ഐഡൻറ്റിഫൈങ് ഐഡൻറ്റിഫൈങ് ദി പീപ്പിൾ വിത്ത് കോമോർബിഡിറ്റീസ്. അതായത് വേറെ ഹാർട്ട് അറ്റാക്ക്, ലങ് ഡിസോർഡർ അങ്ങനെയൊക്കെ ഉള്ള കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് പ്രശ്നം. കാരണം നമ്മുടെ കൺട്രിക്ക് അങ്ങനെ ഒരു ഡാറ്റാ ബേസ് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എങ്ങനെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും, എങ്ങനെ നമ്മൾ അറിയും, എങ്ങനെ വാക്സിനേറ്റേഴ്സ് അറിയും, ഏതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ പീപ്പിൾ ഹു വാണ്ട് ടു ബി വാക്സിനേറ്റഡ് എന്ന് പറയുന്നത് കോവിൻ എന്ന് പറയുന്ന വഴി രജിസ്റ്റർ ചെയ്യണം. കോവിൻ ഇതുവരെ ആക്റ്റീവ് അല്ല. ദർ ഇസ് നോ വേ ടു രജിസ്റ്റർ ഓൺ ക്ലിയർ ദിസ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഇതൊന്നും അറിയത്തില്ല. മോറോവർ ദി അർജന്റ് ഡിമാൻഡ് ഫോർ വാക്സിൻ ഇസ് ഓൾസോ ഗിവൻ റൈസ് ടു എത്തിക്കൽ ഇഷ്യൂസ്. അതായത് നമ്മളിപ്പോൾ കണ്ട കോവാക്സിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കോവിഷീൽഡിനൊക്കെ എമർജൻസി അപ്രൂവലാണ് CDSO കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ UK നിന്ന് വന്ന 2 വാക്സിനും ബ്രസീലിൽ നിന്ന് വന്ന ഒരെണ്ണവും ഇന്ത്യയിൽ നിന്ന് ഒരെണ്ണത്തിനും ഇൻ്ററിം ഡാറ്റ മാത്രമേ വാക്സിൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ഇന്ത്യ ഡ്രഗ് ആക്ഷൻ നെറ്റ്വർക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഓഫ് ട്രയൽസ്, അതായത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ ട്രയൽ നടത്തി എന്താണ് റിസൾട്ടൊന്നും കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ എഫിക്കസി ഡാറ്റയും സേഫ്റ്റി ഡാറ്റയും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഫൈനൽ എൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് October 31 അപ്പോൾ കംപ്ലീറ്റ് ഡാറ്റ കിട്ടാതെ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് എ കൺസേൺ ദാറ്റ് ദി SIA ഡസ് നോട്ട് അപ്പിയർ ടു ഹാവ് വെയിറ്റഡ് അണ്ടിൽ മീനിങ് ഡാറ്റ ഫ്രം ഇൻട്രം അനാലിസിസ്. നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യനെ പറ്റിയാണ് പറയുന്നത്. അവരെ കോവാക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ അവർ ഇൻ്ററിം അനാലിസിസ് നോക്കാതെയാണ് സ്പീഡിനാണ് ചെയ്തത്. അപ്പോൾ മോർ ഡാറ്റ പറയുന്നുണ്ട്. phase 3 ട്രയൽസ് ബെയർലി സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഭാരത് ബയോടെക്.
അതുപോലെ തന്നെ പേഷ്യൻറ്റ് സേഫ്റ്റിയുടെ ഇഷ്യൂവും വരുന്നുണ്ട്. അതായത് 40-year-old ചെന്നൈ ബേസ്ഡ് പാർട്ടിസിപ്പൻറ്റ് ന്യൂറോളജിക്കൽ സിംറ്റം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഈ വാക്സിൻ എടുത്തതിന് ശേഷം. അപ്പോൾ അതാണ് ഒരു ഇഷ്യൂസ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു 5 കോടിയാണ് ലീഗൽ നോട്ടീസിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന അയാൾ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ അതിൽ ലീഡ് റിസർച്ചർ പറയുന്നത് അതും വാക്സിനേഷനും തമ്മിൽ ഒരു ഇഷ്യൂവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം അർജൻറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ വലിയൊരു വീഴ്ചയാണ് വരുന്നത്. ആ സേഫ്റ്റി സംഭവം അവിടെ നോക്കത്തില്ല. ഓക്കെ, സോ നമ്മുടെ സൂര്യയുടെ സിനിമയുണ്ടല്ലോ, മാട്രാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണണമെങ്കിൽ അറിയാം. അതിലൊരു പൗഡറല്ല ഇങ്ങനെ കൊടുക്കുന്നത്, ലൈക്കിനോ ആ സേഫ്റ്റി ഒന്നും നോക്കാതെ ഏതൊക്കെ രീതിയിൽ കൊടുക്കുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ജനറ്റിക്കൽ ഡിസോർഡേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റില്ല ഇതുകൊണ്ടാണോ അല്ലയോ എന്നൊക്കെ. എനിവേസ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെറ്റർ. കാരണം കൊറോണ ഹാസ് ടു ഗോ ആൻഡ് വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദി ഹൗസസ്, റൈറ്റ്? സോ അണ്ടർ ദ പേറ്റേഴ്സ് ഓഫ് ഏജൻസി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ക്ലാരിറ്റി, എത്ര ഡോസ് കൊടുക്കണം, എത്ര ബൂസ്റ്റ് ഫ്രീക്വൻസിയാണ്, ഏതൊക്കെ ഡൈവേഴ്സ് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും, ഇതിനൊന്നും SIA ഒന്നും കൊടുക്കുന്നില്ല, കറക്റ്റായിട്ട് ഇൻഫർമേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ട്രാൻസ്പാരൻസി വേണം. എന്നാൽ മാത്രമേ ഇൻഫർമേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാക്സിനേഷൻ എടുക്കാനൊരു ധൈര്യം വരുള്ളൂ. ഓൾറെഡി ഒരുപാട് വാക്സിനേഷൻ ഹെസിറ്റൻസി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ എത്രമാത്രം ആൾക്കാർ വാക്സിനേഷൻ എടുക്കുമെന്ന് കണ്ടറിയിട്ടിരിക്കുന്നു. സോ നമുക്കറിയാം ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് ഗ്ലോബലി, ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി തന്നെ ഈ ഒരു ഏജൻസി കൊണ്ടുവന്നിട്ടുണ്ട്. 70% മാത്രമേ മിക്ക വാക്സിനേഷനും എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില ഇന്ത്യൻ പ്രോട്ടോക്കോളിൽ വെറും 62% ഒക്കെ ഉള്ളൂ. ചിലർക്ക് ഹാഫ് വാക്സിനേഷന് മാത്രമേ ഡോസ് കൊടുത്തിട്ടുള്ളൂ, പിന്നെ അവർ ഫുൾ വൺ കൊടുക്കും. അപ്പോൾ എഫിക്കസി എന്ന് പറയുന്നത് 90% മാത്രമേ ചില കമ്പനീസ് പറയുന്നുള്ളൂ. സോ ഓവറോൾ ഇതിനൊരു ഇഷ്യൂ ആണ് നടക്കുന്നത്. Okay, so this is about this thing. And also Indian Institute of Science Education Research പൂനെയിൽ ക്ലിനിക്കൽ ട്രയൽസ് അനലൈസ് ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയത് ഡെവലപ്പേഴ്സ് യൂണിഫോമിറ്റി, അതായത് ഒരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്. ഡെവലപ്പേഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ അതിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഓരോരുത്തർ പറയുന്നത് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ചിലതിന് എൽഡർലി ഇൻക്ലൂഡ് ചെയ്തു, ചിലതിന് എൽഡർലി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഈ മൊത്തത്തിൽ ട്രയലിലാണ് ഇഷ്യൂസ് വന്നിരിക്കുന്നത്. ഒരു സോളിഡാരിറ്റി വാക്സിൻ ട്രയൽസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വാക്സിൻ ക്യാപിറ്റലിസം ഹാസ് ടേക്കൺ കൺട്രോൾ. ഇറ്റ്സ് വൺ ഓഫ് ദി അമേസിങ് തിങ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഡേഞ്ചറസ് തിങ് ഈസ് വാക്സിൻ ക്യാപിറ്റലിസം. അതായത് മൊണോപോളി, അതായത് നമ്മൾ പണ്ട് ബി ടി കോട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേപോലെ സംഭവം തന്നെ ഇതിലും വരാതിരിക്കുകയാണ് ഏറ്റവും കാരണം ഇതൊരു ഗെയിമായിട്ട് എടുത്തിരിക്കുകയാണ് ഇത് ഇൻഡസ്ട്രി. അവർക്ക് പ്രോഫിറ്റ് വേണം, അവർക്ക് അവരുടെ കമ്പനിയുടെ നിലനിൽപ്പാണ് വലുത്, rather than people. So this is about it. And intellectual property rights ഒക്കെ വേവ് ഓഫ് ചെയ്ത് ആ രീതിയിലൊക്കെ പോവാണ്. So this is about that, and ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ ദിസ് ഈസ് അബൌട്ട് ദ വാക്സിനേഷൻ തിങ്. ഇതിൽ റിച്ച് ആക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ PDF വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ PDF നമ്മുടെ ചാനലിടാം. സോ യു ഗൈസ് ക്യാൻ റീഡ് ഇറ്റ്. ഇറ്റ്സ് അമേസിങ് തിങ്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എനിവേസ്, സോ 2 ആർട്ടിക്കിളാണ് നമ്മളിന്ന് വായിച്ചത്. ഒന്ന് CNG CBG ആവുന്നതും, പിന്നെ രണ്ടാമത് വാക്സിനേഷൻ ട്രയൽസിൻ്റെ എറേഴ്സ് ആൻഡ് കോമോർബിഡിറ്റീസ് ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പോർട്ടൽ നമുക്കൊരു കറക്റ്റായിട്ടൊരു ഡാറ്റാബേസ് ഇല്ല, ഹെൽത്ത് ഡാറ്റാബേസ് നമുക്ക് ഇതുവരെ ഇല്ല ഓൺലൈനായിട്ട്. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർക്ക് ഇതിന് അസുഖമുണ്ട്, എത്ര ആൾക്കാർക്ക് അസുഖം ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ വാക്സിനേഷൻ കൊടുക്കും? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. എനിവേസ്, താങ്ക് യു ഫോർ ലിസണിങ്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിന്